ഹലോ. ട്വിൻ ഫ്ലെയിംസ്, ഇരട്ട ജ്വാലകൾ, ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കാം. ഒരാത്മാവ് അല്ലെങ്കിൽ ഒരു ആത്മ ഊർജം ഒരു ശരീരത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ റെയറായിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ആത്മ ഊർജത്തെ രണ്ട് ശരീരങ്ങൾ ചേർന്ന് വഹിക്കുന്നു. അതായത് ഒരു ആത്മാവിനെ രണ്ട് ശരീരങ്ങൾ ചേർന്ന് ഷെയർ ചെയ്യുന്നു. ഈ രണ്ട് ശരീരങ്ങളെയാണ് അല്ലെങ്കിൽ മനുഷ്യരെയാണ് ട്വിൻ ഫ്ലെയിംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രണ്ട് ശരീരങ്ങളുടെയും ആത്മാവുകൾ സാമ്യതയുള്ളതായിരിക്കും അല്ലേ. കാരണം അവർ ഒരു ആത്മാവിൻ്റെ രണ്ട് പാർട്സ് ആണല്ലേ. ഇതിൽ ഒരു ആത്മ ഊർജം സ്ത്രീ ആത്മ ഊർജം അല്ലെങ്കിൽ ഫെമിനിൻ എനർജി എന്നും മറ്റേത് പുരുഷ ആത്മ ഊർജം അല്ലെങ്കിൽ മസ്കുലിൻ എനർജി എന്നും അറിയപ്പെടുന്നു. ഈ ട്വിൻ ഫ്ലെയിംസിൽ തന്നെ രണ്ടുപേരും ഈ ഭൂമിയിൽ രണ്ടിടങ്ങളിലായിട്ട് കാണാതെ ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അവർ കണ്ടിട്ടുള്ളവരാകാം പരസ്പരം, അല്ലെങ്കിൽ ഒരാൾ മരിച്ചതും ഒരാൾ ജീവിച്ചിരിക്കുന്നതും ആകാം. അതുപോലെ ട്വിൻ ഫ്ലെയിംസിൽ ഫെമിനിൻ എനർജി പെണ്ണും മസ്കുലിൻ എനർജി ആണും ആകാം, ഫെമിനിൻ എനർജി ആണും മസ്കുലിൻ എനർജി പെണ്ണും ആകാം. ഈ ഭൂമിയിലുള്ള എല്ലാ സോൾസും ട്വിൻ ഫ്ലെയിംസ് അല്ല കേട്ടോ. ട്വിൻ ഫ്ലെയിംസ് വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. അവർക്ക് ഈ ഭൂമിയിൽ ചെയ്യാനായിട്ട് വലിയൊരു ദൗത്യം തന്നെ ഉണ്ട്. ആ ദൗത്യം ചെയ്യണമെങ്കിൽ രണ്ടുപേരുടെയും സോൾസ് തമ്മിൽ യൂണിയനിൽ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ യൂണിയനിൽ എത്തിച്ചേരണമെങ്കിലോ അവരവരുടെ സോൾസിനെ പ്യൂറാക്കി മാറ്റണം. അവരുടെ സോൾസിനെ പ്യൂറാക്കി എടുക്കാൻ ഒരുപാട് കടമ്പകളൊക്കെ കടക്കേണ്ടി വരും. ഈ കടമ്പകൾ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ചിലപ്പോൾ തളർന്നു വീണു പോയേക്കാം. അങ്ങനെ വീണു പോയാലും അവിടുന്ന് ധൈര്യമായി എഴുന്നേറ്റ് വരാൻ ഈ സോൾസിന് കഴിയും. അത്രയും മനക്കട്ടിയുള്ള സോൾസാണ് ഈ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ ഗോഡ് ഈ വലിയ ദൗത്യം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അവർ സെലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ്.